ഇന്ത്യൻ റെയിൽവേയിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നല്ലൊരു അവസരമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. RRB റിക്രൂട്ട്മെന്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. 22,000 മേലെയാണ് ഇപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വേക്കൻസി പറഞ്ഞിട്ടുള്ളത്. നിരവധി പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ജനുവരി 21 മുതലാണ് ഇതിന്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. ഫെബ്രുവരി 20 അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. ഓരോ ഉദ്യോഗാർത്ഥിയും, അതായത് ഇന്ത്യൻ റെയിൽവേയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, അതായത് നല്ലൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നല്ലൊരു അവസരമാണ് ഈ ഒരു വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ വരാൻ പോകുന്നത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഔട്ടായത് കൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്. 18 മുതൽ 33 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് 33 വയസ്സ്. അതുപോലെ OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 3 വയസ്സിന്റെ ഇളവ്. 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. 5 വയസ്സിന്റെ ഇളവാണ് SC ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 18 മുതൽ 38 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ, SC ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 38 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്ന ഗ്രൂപ്പ് ഡി തസ്തികയിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെ കാറ്റഗറിയാണെന്ന് നോക്കാം. അസിസ്റ്റന്റ് ട്രാക്ക് മെയിൻറ്റെയിനർ, പോയിന്റ്സ്മാൻ, അസിസ്റ്റന്റ് ഓപ്പറേറ്റർ, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ്, ഈ ഒരു കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഡേറ്റ് ഒന്നും കൂടെ പറയാണ്, ജനുവരി 21 മുതലാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ആരംഭിക്കുന്നത്. ഇപ്പോൾ തുടങ്ങിയില്ല. ഓരോ ഉദ്യോഗാർത്ഥിയും പ്രിപ്പറേഷൻ ഇപ്പോഴേ ആരംഭിക്കുക. 21-ാം തീയതി തന്നെ, കാരണം പല ഉദ്യോഗാർത്ഥികളും വെയിറ്റ് ചെയ്യും ലാസ്റ്റ് ദിവസത്തിന്. ഓക്കെ, ഒരു മാസം ഉണ്ടല്ലോ, നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ഒരു ഊർജ്ജം നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ. അടുത്തത് ഇതിന്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, കാരണം 10ാം ക്ലാസ് മാത്രം മിനിമം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് വിളിച്ചിട്ടുള്ളത് എന്നാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബാക്കി പലതിലും നമുക്ക് +2, ITI, ഡിപ്ലോമ, അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ലെവലിലാണ് വിളിക്കാറുള്ളത്. ഈ 10ാം ക്ലാസ്സിലുള്ള 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണ് 22,000 മേലെ വേക്കൻസി വരുന്ന ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഓരോ ഇൻഡിവിജ്വലും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ടാവാനും സാധ്യത ഉണ്ടാവും എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലും വളരെ കെയർ ആയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു 10ാം ക്ലാസ് ലെവലുള്ളതും നമ്മുടെ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ അപേക്ഷിച്ചിട്ട് നോർത്ത് സൈഡിലുള്ള, അതായത് നമ്മൾ അതർ സ്റ്റേറ്റിലെ ഉദ്യോഗാർത്ഥികളെ നോക്കുകയാണെങ്കിൽ മാക്സിമം ഉദ്യോഗാർത്ഥികളും ഏകദേശം വർഷത്തോളമാണ് ഈ ഒരു RRB റിക്രൂട്ട്മെന്റിനെ വെയിറ്റ് ചെയ്യുന്നതും അതിന്റെ പ്രിപ്പറേഷൻ ചെയ്യുന്നതും. കേരളത്തിലെ പല ഉദ്യോഗാർത്ഥികളും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ പ്രിപ്പറേഷൻ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം മാത്രമാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറയാനും കാരണം, നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു, ഓൺ ദ സ്പോട്ട് തന്നെ നിങ്ങൾ ഇതിന്റെ പ്രിപ്പറേഷനും ആരംഭിക്കേണ്ടതാണ്. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ് കയ്യിൽ കരുതണം എന്നുള്ളത് പറയാം. ആദ്യം തന്നെ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ്, കൂടാതെ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ ITIയുടെ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലൈവ് സിഗ്നേച്ചർ ആവശ്യമാണ്. അത് നിങ്ങൾ അക്ഷയ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോകുമ്പോൾ അവിടുന്ന് ലൈവ് ആയിട്ടുള്ള സിഗ്നേച്ചർ ചെയ്യും. അതിന് ഇത്ര സൈസ് എന്നുള്ള പറഞ്ഞിട്ട് അത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സൈസ് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്തത് ആധാർ കാർഡ്, SSLC ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലൈവ് സിഗ്നേച്ചർ, ITI സർട്ടിഫിക്കറ്റ്, ഇത്രയും ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് അപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ. അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നിർബന്ധമായും നിങ്ങൾ ID പാസ്വേഡ് അതിന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു, ദെൻ അതിൻ്റെ ID പാസ്വേഡ് നിർബന്ധമായും ഏതെങ്കിലും ഡയറിയിലോ ഫോണിലോ എവിടെ ആണെങ്കിലും നിങ്ങൾ കാരണം പല ഉദ്യോഗാർത്ഥികളും ഇതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നതിന് മുന്നേ ഇതിൻ്റെ ID പാസ്വേഡ് മറന്നു പോവുകയും അതിനുശേഷം എക്സാം എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഒരുപാട് കേസസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. ഇപ്പോൾ ഡോക്യുമെൻ്റ് ഓക്കെ ആയി, നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു, പ്രിപ്പറേഷൻ ആരംഭിക്കുക. അടുത്ത ഇതിൻ്റെ സ്റ്റേജാണ് റിട്ടേൺ എക്സാമിനേഷൻ. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. 100 മാർക്കിൻ്റെ, അതായത് CBT എക്സാം ആയിരിക്കും. 100 മാർക്കിൻ്റെ എക്സാമാണ് ഇതിൽ വരുന്നത്. അടുത്ത ഇതിൻ്റെ സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. സിലബസും അതിൻ്റെ കൂടെ തന്നെ മാർക്സ്. മാത്തമാറ്റിക്സ് 25 മാർക്കിൻ്റെ മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. റീസണിങ് 35 മാർക്ക്. അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സയൻസ് സബ്ജക്റ്റ് 25 മാർക്ക്. ജനറൽ നോളജ്, ജനറൽ സയൻസ് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 100 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഈ ഒരു 100 മാർക്ക് എന്നുള്ള 100 ക്വസ്റ്റ്യൻസ് 1 മാർക്ക് വീതം, അങ്ങനെ 100 മാർക്ക്. കട്ട് ഓഫ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇത്രയുമാണ് ഈ RRB റിട്ടേൺ എക്സാമിനേഷനെ കുറിച്ചിട്ടും ഇതിന്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ, അതുപോലെ തന്നെ വേക്കൻസിയെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ ഹൈറ്റ് ക്രൈറ്റീരിയ കൊടുത്തിട്ടില്ല.
ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ആപ്ലിക്കേഷൻ കൊടുക്കാം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഒരു കാര്യം പറയാനുള്ളത്, ഇത്രയും നല്ലൊരു വേക്കൻസി 10ാം ക്ലാസ് യോഗ്യത എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ എല്ലാ ഇടങ്ങളിലും സർവീസ് ചെയ്യാൻ സാധിക്കുന്നതായ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി, അതായത് ഇന്ത്യൻ ഡിഫൻസിൽ സർവീസ് ചെയ്യുന്നവർക്ക് നമ്മൾ വർഷത്തിൽ നമുക്ക് പേരൻസിനെ കൂട്ടിയിട്ട് അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് സർവീസ് ചെയ്യാനുള്ള റെയിൽവേ ടിക്കറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് പോലെ ഇന്ത്യൻ റെയിൽവേയിലെ സർവീസ് ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥർക്കും ഒരുപാട് ഫെസിലിറ്റീസ് ആണ് ഇന്ത്യൻ റെയിൽവേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസരം പാഴാക്കാതെ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഓരോ ഉദ്യോഗാർത്ഥിയും ജനുവരി 21 എന്നുള്ള രൂപത്തിൽ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതുപോലെ ഇന്ന് മുതൽ തന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ വലിയൊരു ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല. മാക്സിമം 3-4 മാസം നമുക്ക് ലഭിക്കുന്നതാണ് റിട്ടേൺ എക്സാമിനേഷന് വേണ്ടിയിട്ട്. ഈ ഒരു ഡ്യൂറേഷനകത്ത് നല്ലൊരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു വീഡിയോ കേരളത്തിലെ എല്ലാ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിർബന്ധമായും ഈ ഒരു വീഡിയോ കാണുന്ന പേരൻസ് ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിക്കോട്ടെ, നിങ്ങളെല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവരും കൊണ്ടും ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ജയ് ഹിന്ദ്.